വർക്കല ട്രിപ്പിൻ്റെ അവസാന വീഡിയോയാണ് ഇത്. പതിവ് പോലെ ടൂറിസ്റ്റ് വണ്ടിയായി ഇന്നും പാർക്കിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. രാവിലെ 8 മണിയായപ്പോൾ തന്നെ കുളിച്ച് റെഡിയായി ഒരു ചായ കുടിക്കാൻ പോവുകയാണ്. അടുത്തൊന്നും ചായക്കട ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം നടക്കണം ഒരു ചായ കുടിക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ക്ലിഫ് ബീച്ചിന് സമീപമാണ്. ഈ വഴിയിൽ ഏകദേശം 8ഓളം റിസോർട്ടുകൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടൽ കാണണമെങ്കിൽ ഏകദേശം 1-2 കിലോമീറ്ററോളം പോകണം. എപ്പോഴും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിച്ചില്ല. നടന്ന് ഒരു ചെറിയ കടയിലെത്തി. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കാണുമോ എന്ന് തിരക്കിയപ്പോൾ അവിടെ ചായ മാത്രമേ കിട്ടുകയുള്ളെന്ന് അറിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ചായ കുടിക്കാം എന്നായി. ചായ വരുന്നതിന് മുന്നേ തന്നെ രാവിലെ ഒരു ക്രീം ബണ്ണ് കഴിക്കുന്നുണ്ട്. ക്രീം ബണ്ണ് കഴിക്കുന്ന ഗ്യാപ്പിൽ അടുത്തെവിടെയെങ്കിലും ഹോട്ടലുണ്ടോയെന്ന് തിരക്കിയപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് വീണ്ടും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായി ഒരു 3 പഴവും കൂടി ഞാൻ മേടിച്ചായിരുന്നു. അങ്ങനെ ചായയെല്ലാം കുടിച്ച് രാവിലെ കഴിക്കാനായി 3 പഴവും മേടിച്ച് നേരെ ഇനി വണ്ടിയിലേക്കുള്ള നടത്ത. തിരിച്ച് നടക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ റൂട്ടിലുള്ള എല്ലാ റിസോർട്ടുകളും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ്. പുറമേ നിന്ന് തന്നെ നല്ല നിശബ്ദത ഫീൽ ചെയ്യുന്നത് കൊണ്ട് അകത്തും ആ നിശബ്ദത ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ദൂര സ്ഥലങ്ങളിൽ നിന്നും വർക്കലയെ തേടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നതും. അങ്ങനെ ഞാനിപ്പോൾ തിരിച്ച് നടന്ന് എൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ മേടിച്ചു കൊണ്ടുവന്ന പഴവും കഴിച്ച് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സമയം 10:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഗസ്റ്റിൻ്റെ കോൾ വന്നു. നേരെ അടുത്തുള്ള റിസോർട്ടിൽ പോയി ബാക്കി ഗസ്റ്റിനെയും കൂട്ടി ഈ റിസോർട്ടിലേക്ക് വരാനാണ് അവർ പറഞ്ഞത്. ഞാൻ നിൽക്കുന്ന റിസോർട്ടിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം ദൂരമുണ്ട് അടുത്ത റിസോർട്ടിലേക്ക്. അങ്ങനെ ഞാൻ റെഡിയായി നേരെ വണ്ടിയും എടുത്ത് അടുത്ത റിസോർട്ടിലേക്ക്. സൗത്ത് ക്ലിഫ് ബീച്ചിന് സമീപം നിൽക്കുന്ന ഞാൻ ഇനി നേരെ പോകുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ചിന് സമീപത്തുള്ള എൻ്റെ അടുത്ത റിസോർട്ടിലേക്കാണ്. ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഈ റിസോർട്ടിൽ നിന്നും അടുത്ത റിസോർട്ടിലേക്ക്. എൻ്റെ ഈ വർക്കല വീഡിയോയ്ക്ക് ഒരു 2ാമത്തെ പാർട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാൽ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോൾ 2 പാർട്ടായിട്ട് ഞാനിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഇനി വരുന്ന വീഡിയോകളിൽ നല്ലപോലെ തന്നെ എഡിറ്റ് ചെയ്തും അതുപോലെ നല്ല നല്ല കാഴ്ചകളും എത്തിക്കാൻ ഞാൻ കഴിവതും ശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ ഈ പുതിയ തുടക്കത്തിന് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനവും. അതുകൊണ്ട് തന്നെ വരുന്ന വീഡിയോകളെല്ലാം നല്ല രീതിയിൽ ചെയ്തു മുന്നേറുവാൻ ഞാൻ കഴിവതും ശ്രമിക്കുന്നതുമായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ അടുത്ത റിസോർട്ടിലാണ് എൻ്റെ കുറച്ച് ഗസ്റ്റ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. വന്നപാടെ ഞാൻ അവർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർക്കായി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഇവരെയും പിക്ക് ചെയ്ത് സ്കൈലാർ റിസോർട്ടിലേക്ക് ഗസ്റ്റിൻ്റെ ലഗേജെല്ലാം കളക്ട് ചെയ്ത് 2ാമത്തെ റിസോർട്ടിൽ കൊണ്ട് ഇറക്കിയ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ പോകുന്നത് ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. ഏകദേശം 1 മണി സമയത്തോടു കൂടി ഞങ്ങൾ ജഡായുവിലെത്തി. ഗസ്റ്റിനെല്ലാം എൻട്രൻസിൻ്റെ അവിടെ ഇറക്കിവിട്ട ശേഷം ഞാൻ നേരെ പോകുന്നത് പാർക്കിങ്ങിലേക്കാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ വിനോദസഞ്ചാരികൾ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങും ഏറെക്കുറെ ശൂന്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. അത് ചില ഡ്രൈവർമാർക്കെങ്കിലും അറിയാവുന്ന കാര്യവുമാണ്. ഗസ്റ്റിനെല്ലാം ഡ്രോപ്പ് ചെയ്ത് വണ്ടിയും പാർക്ക് ചെയ്ത് ഞാൻ ഇനി നേരെ പോകുന്നത് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാനാണ്. ആഹാരം കഴിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ജഡായു മലനിരകളിലേക്ക് സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന റോപ്പ് കാർ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റോപ്പ് കാറിലുള്ള സഞ്ചാരം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. മുൻപൊരിക്കൽ ഞാൻ കൊണ്ടുവന്ന ഗസ്റ്റിനൊപ്പം അവരുടെ കൂടെ റോപ്പ് കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് റോപ്പ് കാറിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത്. എക്സിറ്റ് ഗേറ്റിന് പുറത്തിറങ്ങി ഇടത്തേക്ക് തിരിയുമ്പോൾ 2 ഹോംലി മീൽസിൻ്റെ ഹോട്ടലുകളുണ്ട്. അതിൽ 2ാമത്തെ ഹോട്ടലിൽ നിന്നാണ് ഞാനിന്ന് ഊണ് കഴിച്ചത്. ഊണും മീനും കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് 120 രൂപയായിട്ടുള്ളൂ. ആദ്യത്തെ ഹോട്ടലും സാമാന്യം തിരക്കില്ലാത്ത ഹോട്ടൽ തന്നെയാണ്. എന്നിരുന്നാലും 2 ഹോട്ടലുകളിൽ നിന്നും ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ കഴിച്ച് വണ്ടിയിലേക്ക് വരുമ്പോഴാണ് മാനം ഇരുണ്ടു വരുന്നതായി കാണുന്നത്. നല്ലൊരു മഴക്കോളുമുണ്ട്.
അങ്ങനെ ഞാൻ നേരെ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. വണ്ടിയുടെ അടുത്ത് എത്തുമ്പോൾ മുന്നേ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ വണ്ടിക്കകത്തെത്തി. ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങിയ മഴയാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയുടെ ഭാവം മാറി. നല്ല രീതിയിൽ തന്നെ പെയ്യാൻ തുടങ്ങി. എന്നിരുന്നാൽ തന്നെയും ഞാൻ വണ്ടിക്കകത്തെത്തിയതുകൊണ്ട് ഞാനിപ്പോൾ സേഫാണ്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അവസാനം എപ്പോഴാണെന്ന് അറിയില്ല. 3 മണിയോടുകൂടി തിരിച്ചു വന്ന എൻ്റെ ഗസ്റ്റിനെയും കൊണ്ട് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് വർക്കല ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപമാണ്. ഗസ്റ്റിനെ പാപനാശം ബീച്ചിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ഞാൻ ക്ഷേത്രത്തിനടുത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്തു. സമയം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് കപ്പലടി വാങ്ങി തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ക്ഷേത്രകുളം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാലം വരെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു ഈ കുളം. എന്നാൽ ഇടക്കാലം വെച്ച് ക്ഷേത്രകുളം നല്ല രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കുളിക്കുവാനും ഒഴിവു സമയങ്ങൾ ഇവിടെയുള്ളവർക്ക് വന്ന് ഇരിക്കുവാനുമുള്ള ഇരിപ്പിടങ്ങളും കെട്ടി ക്ഷേത്രകുളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റി. ഈ മുഖഛായ ഇങ്ങനെ തന്നെ തുടർന്നു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. 6 മണിയായപ്പോൾ തന്നെ എൻ്റെ ഗസ്റ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ഗസ്റ്റിനെ റിസോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതോടുകൂടി എൻ്റെ ഇന്നത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പേയ്മെൻറ്റും കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഇനി കഴക്കൂട്ടത്തേക്ക്. ബീച്ച് റോഡ് വഴിയാണ് കഴക്കൂട്ടത്തേക്കുള്ള യാത്ര. തീരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും ഈ റോഡ് വഴി യാത്ര ചെയ്യാൻ സാധിക്കില്ല. 5 തെങ്ങ് ആകുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയാകാറായി. 5 തെങ്ങിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ യാത്രാ സമയമെടുക്കും. ട്രാവൽസിലെത്തി വാഹനമെല്ലാം കഴുകി ക്ലീനാക്കിയിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം സൈഡിൽ വാഹന സംബന്ധമായ എന്ത് എൻക്വയറികൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വാഹനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്തു തരാൻ സാധിക്കുന്നതായിരിക്കും. ട്രാവൽസിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ഞാൻ നേരെ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക്. വണ്ടിയും എടുത്ത് ഇനിയുള്ള യാത്ര എൻ്റെ വീട്ടിലേക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.